വരുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. നന്ദിനിയുടെ നാട്ടുമരുന്നും ഞാൻ നിന്നെ ഏൽപ്പിച്ച മരുന്നും ശരീരത്തിൽ കിടക്കുമ്പോൾ മദ്യപിക്കാൻ ശ്രമിച്ചതാണ് പ്രോബ്ലം. സൂര്യക്കൊന്നും പറ്റില്ല. സൂര്യ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വിടും. ഞാൻ പോട്ടെ മാഡം. ഈ തിക്കും തിരക്കിന്റെ ഇടയില് എന്നെ കാണാതായെന്ന് പറഞ്ഞ് ഇനി ഒരു വാച്ച് ചെയ്തു തുടങ്ങും. ഇതുവരെയുള്ള കാര്യങ്ങൾ കനക് ഭംഗിയായിട്ട് ചെയ്തു. ഇനി അങ്ങോട്ട് എനിക്കും നിനക്കും ജോലി കൂടുതലാണ്. ഇപ്പോഴും ഒരിക്കൽ അവനോട് തോന്നിയ ഒരു ക്രഷിന് എന്റെ ജീവിതം തന്നെയാ ഞാൻ വിലയായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഞാനത് നേടും. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പാവ നന്ദിനി എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കായിരിക്കും. ദൈവമേ, മനസ്സറിഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല. സൂര്യ സാറിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്. സൂര്യ സാറിനൊന്നും സംഭവിക്കരുതേ. ഒരു കുഴപ്പമില്ലാതെ സാറ് തിരിച്ചെത്തണേ. ഞാൻ ഈ നടയില് 101 തവണ പ്രദക്ഷിണം ചെയ്യാം. മമ്മി, ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ മോനൊന്നും സംഭവിക്കില്ല. അവനൊന്നും സംഭവിക്കാൻ പാടില്ല.
മമ്മിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും. പിന്നെ നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക, അവനൊരു കുഴപ്പമുണ്ടാവരുത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അവനെ പ്രസവിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാനൊരു ദുസ്വപ്നം കണ്ടു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്തോ ഒരു കുറവുള്ളതുപോലെ. ആ നേരം മുതൽ എൻ്റെ BP കയറാൻ തുടങ്ങിയതാ. ഡോക്ടർമാർ പറഞ്ഞ് ശാന്തമാക്കാൻ നോക്കിയെങ്കിലും ഡാഡി മുഴുവൻ സമയം കൂടെ ഇരുന്നിട്ടും എനിക്കെന്റെ ടെൻഷൻ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവില് സമയത്തിന് മുമ്പ് അവരെന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ ചത്തുപോകുന്ന വിചാരിച്ചത്. എപ്പോഴോ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. കണ്ണു തുറക്കുമ്പോ അവൻ എൻ്റെ അരികിൽ കിടപ്പുണ്ട്. കാൽവിരൽ മുതൽ ഞാൻ അവനെ തൊട്ട് നോക്കി. ഒടുവിൽ അവനെ നെഞ്ചോട് ചേർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഒരു സ്വപ്നം കൊണ്ട് എന്നെ ഭയപ്പെടുത്തിയെങ്കിലും ഒരു കുറവുമില്ലാതെ എനിക്ക് എന്റെ മോനെ തന്നല്ലോ. അവന്റെ ഒരു വിരലിന് വേദനിച്ച എന്റെ ഉള്ളിൽ പിടയും. അവനെന്നെ ചവിട്ടി താഴ്ത്തിക്കോട്ടെ, പക്ഷെ അവനെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അവന്റെ അമ്മയല്ലാന്ന്. താനിരുന്ന് കരയുന്നത് കണ്ടിട്ടാ ഞാൻ തൻ്റെ അടുത്തേക്ക് വരാത്തത്. വഴിതെറ്റിയ സംസാരം ഉണ്ടാവരുതെന്ന് കരുതിയിട്ട്. മോന്റെ കാര്യത്തിനാണോ അതോ ഇറക്കി വിട്ട് അവളുടെ കാര്യത്തിലാണോ നിങ്ങളുടെ വേദന? എനിക്കറിയാം അവളുടെ കാര്യത്തിലേ നിങ്ങൾക്ക് വേദനിക്കൂ. പത്മ പറഞ്ഞ പല വാക്കുകളും നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധിപരമായിട്ട് നിങ്ങൾ എന്നെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ മോൻ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ അവളുടെ കുടുംബത്തിന് ഞാൻ തീ കൊളുത്തും. ഇതിനൊക്കെ മറുപടി ദൈവം തരട്ടെ പത്മ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല.